അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയോടും അവർക്കൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നുള്ളതാണ്. ഷഹബാസ് മറക്കാനും കഴിയില്ല. ഷഹബാസിന് സംഭവിച്ചത് ഒരാൾക്കും തന്നെ പൊറുക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഷഹബാസിൻ്റെ ഉപ്പ മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് പറഞ്ഞതും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങി നൽകണം എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചത്. തങ്ങൾക്കെന്നും തണിയായി ഉണ്ടാകുമെന്ന് കരുതിയ പൊന്നുമോനെ ഒരു ദിവസം നിഷ്ഠൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത ഏതൊരു മാതാവിനും പിതാവിനും സഹിക്കാനാകും. അതൊരിക്കലും ഈ കുടുംബത്തിന് സഹിക്കാനായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഷഹബാസിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്ന് മനസ്സമാധാനത്തോടു കൂടി കണ്ണടക്കാൻ കഴിയുക? ഉറങ്ങാനാവാതെ ഷഹബാസിൻ്റെ ചിരിക്കുന്ന പൂമുഖം കണ്ട് ഞെട്ടി എഴുന്നേറ്റ് എൻ്റെ മകൻ ഷഹബാസ് എവിടെയെന്ന് നിരന്തരം രാത്രികളിൽ ഈ പാവപ്പെട്ട ഇക്ബാൽ എന്ന കൂലിപ്പണിക്കാരനായ പിതാവിനോട് ഒരു മകനെ നഷ്ടപ്പെട്ട വേദനയിൽ ഉറങ്ങുന്ന ഉമ്മ ചോദിക്കുന്നു, ഞെട്ടി എഴുന്നേറ്റുകൊണ്ടുണ്ട്. ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ പിതാവിന് അതെങ്ങനെ സഹിക്കാനാകും? അദ്ദേഹത്തിനും ഷഹബാസിൻ്റെ പ്രിയപ്പെട്ട മാതാവിനും മാത്രമല്ല, ഓരോ കേരളത്തിലെ ഷഹബാസിൻ്റെ മരണത്തിൽ വേദന തിന്ന് ജീവിക്കുന്ന ഒട്ടേറെ അമ്മമാർക്കും ഷഹബാസിൻ്റെ മുഖം ഇതുവരെ മറക്കാനായിട്ടില്ല. അത് ഒരു നീറ്റലായി എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ആയിടയ്ക്ക് ഷഹബാസിൻ്റെ ഘാതകരായ കുട്ടികൾ ചിരിച്ച് കളിച്ചാണ് നടക്കുന്നത്. അവർക്ക് വ്യക്തമായി തന്നെ അറിയാം ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഞങ്ങളെ നിഷ്പ്രയാസം ഈ കേസിൽ നിന്ന് ഊരിക്കൊണ്ടുപോകാനുള്ള പ്രവർത്തനം പലരും നടത്തുന്നുണ്ടെന്നും. അത്തരത്തിൽ തന്നെയാണ് ഷഹബാസിൻ്റെ ഉപ്പ ഇന്ന് കോടതിയെ സമീപിച്ചത്. അത് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഇദ്ദേഹം കേട്ടതുകൊണ്ട് ഷഹബാസിൻ്റെ ഘാതകരായ 6 കുട്ടികൾക്കും ജാമ്യം അനുവദിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ പിതാവിന് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. തൻ്റെ മകനെ കൊലപ്പെടുത്തിയതിൽ ഈ പ്രതികളുടെ പിതാക്കന്മാർക്കും പങ്കുണ്ടെന്നും അവരുടെ നേരെയും അന്വേഷണം വേണമെന്നും നിരന്തരം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിതാവ് അവർക്ക് ജാമ്യം ലഭിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടത് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കൽബ് പിടക്കാതിരിക്കുക? ഷഹബാസിൻ്റെ ഘാതകരായ കുട്ടികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള അപേക്ഷയുമായാണ് ഷഹബാസിൻ്റെ ഉപ്പയായ ഇക്ബാൽ ഇന്ന് കോടതിയെ സമീപിച്ചത്. അവർക്ക് ജാമ്യം അനുവദിക്കരുത്. അവർ കുട്ടികളല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണവർ. അവർക്ക് നൽകേണ്ടത് ശിക്ഷയാണ്. മുതിർന്ന ക്രിമിനലുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വേണം ഇവരെ ചോദ്യം ചെയ്യേണ്ടത് പോലും. അപ്പോഴേ ഷഹബാസിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചെന്നും ആരുടെയൊക്കെ നീച കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. കോടതി ജാമ്യം അനുവദിക്കുമെന്ന് പറഞ്ഞു കേട്ടു. അത് കേട്ടപ്പോൾ തന്നെ നമ്മളെ മനസ്സാകെ തകർന്നിട്ടുണ്ട്. ഇത്രയും ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മളെ വളരെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അപ്പം നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞാൻ വന്നത് ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് ഒരു കുറ്റവാളികൾ, അതായത് പ്രതികൾ, അവർക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടണം. അത് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിന് സ്വാധീനം ഉപയോഗിച്ച് എന്തും സംഭവിക്കുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് ഇവിടെ വന്നതും കോടതിയിൽ മുന്നിൽ തന്നെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തീർച്ചയായും ഇളവുകൾ നൽകരുത്. അത് കുട്ടികളല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് വളരെയേറെ ഒരു വിഷമമുണ്ട് കോടതിയിൽ നിന്ന് പരിഗണിക്കും. അതായത് ഇത്രയും ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തൊരു കേസായതുകൊണ്ട് ഇവർ തന്നെയാണ്, ഇവരിലേക്കാണ് ചൂണ്ടുകൾ കാണുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയോടും മറ്റുള്ള നിയമത്തിനോടും നമ്മൾ അപേക്ഷിക്കാനുള്ളത് അവർക്കൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്.